പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നോമ്പ് തുറക്കെ എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള 2 ഡ്രിങ്കുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സബ്ജാ സീഡ് കുതിർത്ത് വെക്കാമേ. ഞാനിപ്പം മെഷറിംഗ് കപ്പിൻ്റെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് സബ്ജാ സീഡ് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാമേ. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വീർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബബിൾ പോലെ വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഈ ഒരു സബ്ജാ സീഡ് എന്ന് പറയുന്നത് ഇത്തരം ഡ്രിങ്കുകളിൽ ഏറ്റവും ഉപയോഗപ്രദമായ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനിതേ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിൻ്റെ ഒരു 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ പിസ്ത എലൈച്ചി എസൻസ് ഉണ്ടല്ലോ, അതാണ്. അത് നമുക്ക് ഒരു കുറച്ചൊരു 5-6 തുള്ളി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ എസൻസ് അങ്ങനെ ഒരു കണക്കില്ല. നമുക്ക് എത്രത്തോളമാണ് ആ ഒരു എസൻസിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു കളറ് വേണം എന്ന് വെച്ചാൽ അത്രത്തോളം നമുക്കത് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് നമ്മൾ പാലെടുത്ത ആ ഒരു കപ്പുണ്ടല്ലോ, ആ ഒരു കപ്പിനകത്ത് ഒരു 1/2 കപ്പോളം നന്നായിട്ട് തണുപ്പിച്ച വെള്ളം, തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച വെള്ളമാണ് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എസൻസ് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പം ആ ഒരു മണം അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജാ സീഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഏകദേശം ഒരു സ്പൂണും പിന്നെ ഒരു ഇച്ചിരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം പാകത്തിനാണോ എന്ന് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഐസ്ക്രീമൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിക്കാം. ഐസ്ക്രീം നമ്മൾ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ചേർക്കാം. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അത് ചേർക്കാം. ഇതിപ്പം ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനത്തെ നമ്മുടെ കിടിലൻ പിസ്ത മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണേ. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് നോക്കാം. ഇതൊരു ക്യാരറ്റ് ലൈമാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു വലിയ ക്യാരറ്റ് തൊലിയൊക്കെ ചിരണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാമേ. അപ്പം ഞാനിവിടെ 3 ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് 2.5 നാരങ്ങ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി അതുപോലെ തന്നെ ആ പകുതി നാരങ്ങയുടെയും കുരു കളഞ്ഞിട്ട് തൊലി അവിടെ ചെത്തിയതിന് ശേഷം അതൊരു 3-4 പീസസ് ആയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നോമ്പ് തുറ എന്നൊക്കെ പറയുമ്പം നമ്മുടെ സഹോദരിമാർക്ക് ഈ ഒരു സമയത്ത് വൈകുന്നേരം സമയം ഇഷ്ടം പോലെ ജോലികളാണ് കേട്ടോ. പൊരിപ്പുണ്ടാക്കണം, പിന്നെ മെയിൻ കോഴ്സ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ ചായ ചിലരുണ്ടാക്കും, പിന്നെ അതുപോലെ ഇതേപോലെ എന്തെങ്കിലും ഡ്രിങ്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു 2 കിടിലൻ ഡ്രിങ്കുകളാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൊത്തൊക്കെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി തേച്ച് കൊടുക്കുമ്പം അതിൻ്റെ ബാക്കിയുള്ള സത്തും കൂടെ ഇറങ്ങും. പിന്നെ ആ ഒരു സത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടിക്കോളും. അങ്ങനത്തെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സബ്ജാ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. ഇനി ഇപ്പം തന്നെ മധുരവും എല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നാരങ്ങയൊക്കെ ഇട്ടതുകൊണ്ടും ആ നാരങ്ങയുടെ തൊണ്ടും കൂടി ചേർത്ത് അരച്ചതുകൊണ്ടും നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. ഫുള്ള് തൊലിയോടുകൂടി നമ്മൾ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു കയർപ്പ് വരും, അതുകൊണ്ടാണ്. ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് സബ്ജാ സീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.